അച്ഛന്മാർക്ക് വികാരം പാടില്ല. അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ അച്ഛന്റെ ലോഹം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇതും പാടില്ല. ആ ആ, അങ്ങനത്തെ വികാരങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യരാണോ ശരിക്കും ഈ വൈദികരായിരിക്കുന്നത്? അല്ല. ഇത് പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളത്. ആ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് പ്രണയത്തെക്കുറിച്ച് അതൊരു സ്വാഭാവികമായ കാര്യമാണ്. ഉം, ഉം, ഇല്ലേ? ഉം. പ്രകൃതി സഹജമായ ഒരു കാര്യമാണ് ആ, ആ പ്രണയം. ഉം, അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരാൾ വൈദികനാകാനാണെങ്കിൽ അതങ്ങനെയുള്ള ആർക്കും വൈദികനാകാം. ഉം, അങ്ങനെയല്ല. ഉം, പ്രണയം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഉം, അതെല്ലാവർക്കും അറിയാം പ്രണയമുണ്ടെന്ന്. അവരെക്കുറിച്ച് അവർക്കറിയാം. ഉം. പക്ഷേ എവിടെയാണ് നമ്മൾ പ്രണയിക്കേണ്ടതെന്നൊരു കൃത്യമായ ഒരു ധാരണ കിട്ടിയ ഒരാളാണ് വൈദികനാകുന്നത്. ഓക്കെ. ഒരു പ്രണയം. ഉം, ഈ രണ്ടും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും പ്രണയിക്കുമ്പോഴും എല്ലാരെയും പോയി പ്രണയിക്കുകയല്ലല്ലോ. ഉം, എവിടെയാണ് പ്രണയിക്കേണ്ടതെന്ന് കണ്ടെത്തുമ്പോഴാണ് പ്രണയം ഉം. ഉണ്ടാകുന്നത്. ഇല്ലേ? ആ, അതുപോലെ നമ്മുടെ ഉള്ളിൽ ദൈവമുണ്ട്. ആ ദൈവത്തിലോട്ടൊരു പ്രണയം പോയാലോ? ഉം, സകലതിനേക്കാൾ കൂടുതലായിട്ട് ഈ ക്രിസ്തുവിനോടൊരു പ്രണയം തോന്നുന്നു. ഉം, ഈ ആശയങ്ങളോട് ഇഷ്ടപ്പെടുന്നു. ഉം, ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിക്കോടും മാത്രം തോന്നുന്നതല്ല പ്രണയം. ഉം, വേറെ എന്തിനോടോ തോന്നുന്നൊരു പാഷൻ. ആ പ്രണയത്തിന് ചുവട്ടിലേ ഉള്ളു ബാക്കിയൊക്കെ.